ഈശ്വരശായിക്ക് സ്തുതിയായിരിക്കട്ടെ. എന്റെ ഞെരുക്കത്തിന്റെ കാലത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കി. അവിടുന്ന് എനിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ കണ്ടു. ഇപ്പോൾ ഞാൻ എങ്ങനെ കടന്നു പോകുന്നെന്നും ഞാൻ എന്നെ നോക്കുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഏതു കാര്യവും നിസ്സംശയം നമുക്ക് ഉറപ്പോടെ പറയാൻ കഴിയുന്ന കാര്യമാണ്. നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നത് ദൈവം നിറവേറ്റും. എന്റെ ജീവിതം എത്രമാത്രം തകർന്ന് തരിപ്പണമായാലും, നാട്ടുകാർ പറഞ്ഞാലും വീട്ടുകാർ പറഞ്ഞാലും, ചിലപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നിയാലും, ഈശോയിൽ എന്റെ പ്രത്യാശ അർപ്പിക്കുമ്പോഴെല്ലാം എന്റെ ഉറപ്പ് ഇത് തന്നെയാണ്. എനിക്ക് നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും. അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. കർത്താവിന്റെ ശക്തി കൊണ്ട് ഞാൻ സൈന്യങ്ങളെ ഭേദിക്കും. അവിടുത്തെ സഹായത്താൽ ഞാൻ കോട്ട ചാടിക്കിടക്കും എന്ന് ദാവീദ് പറയുമ്പോൾ, ദാവീദ് ഒരു രാജാവായിരുന്നില്ല. ഏറ്റവും വേദനാജനകമായ സാഹചര്യങ്ങളിലൂടെയാണ് ദാവീദ് കടന്നുപോയിരുന്നത്. എന്നാൽ ദാവീദ് ജോബ് പറഞ്ഞതുപോലെ ഒരു ഉറപ്പ് സർവശക്തനിൽ വെച്ചിരുന്നു. എനിക്ക് വേണ്ടി അവിടുന്ന് നിശ്ചയിച്ചിട്ടുള്ളത് നിറവേറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ സൈന്യനിരയെ അവിടുത്തെ സഹായം കൊണ്ട് ഭേദിക്കുന്നത്. കോട്ട കർത്താവിന്റെ കഴിവ് കൊണ്ട് ചാടിക്കിടക്കുന്നത്. അതുപോലെ പല കാര്യങ്ങളും അവിടുത്തെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഈ നഷ്ടങ്ങൾ ഓർത്തോ വേദനകൾ ഓർത്തോ നിരാശപ്പെടാൻ തൽക്കാലം എനിക്ക് സമയമില്ല. അവിടുന്ന് എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ അനുഗമിക്കുക എന്നതാണ് എന്റെ ഏക ലക്ഷ്യം.